ഹാർട്ട് ബ്ലോക്കിന്റെ ഒരു പ്രധാന ചികിത്സയായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്റ്റെന്റ് ഉപയോഗിക്കുക. എന്നാൽ സ്റ്റെന്റിനെ കുറിച്ച് പലപ്പോഴും പല ആളുകളും ഒരുപാട് സംശയങ്ങളും പേടികളും പറയാറ്. അതിൽ പലതും ശരിയാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഒരു മെറ്റൽ നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കാലാകാലം മരിക്കുന്നവരെ മരുന്ന് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റെന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇപ്പോൾ പുതിയൊരു പ്രതിവിധി ഇതിനുണ്ട്. ഇതിന്റെ പേരാണ് ഡ്രഗ് കോട്ടഡ് ബലൂൺ അഥവാ DCB. എന്താണ് DCB? ഇതൊരു പ്രത്യേക തരം ബലൂൺ. എന്ന് വെച്ചാൽ ബ്ലോക്ക് ഉള്ള സ്ഥാനത്ത് പോയിട്ട് വീർപ്പിക്കുന്ന ഒരു ബലൂൺ. ആ ബലൂണിന്റെ പുറമെ ഒരു പ്രത്യേക തരം മരുന്ന് പുരട്ടി ഈ മരുന്ന് രക്തക്കൊയലുകളിൽ നമ്മൾ സിറിഞ്ച് പോലെ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പൊ എന്താണ് മെച്ചം? ആ ഭാഗത്ത് പിന്നീട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഈ മരുന്നുകൾ തടയാണ്. അതുപോലെ തന്നെ ആ രക്തക്കൊയലിന്റെ ബ്ലോക്ക് വന്നിരുന്ന ഭാഗത്തെ റിപ്പയറിങ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചാൽ DCB ബലൂൺ ഉപയോഗിക്കുന്ന ആളുകളിൽ പിന്നീട് അങ്ങോട്ട് രക്തം കട്ടി കുറക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയേറിയ മരുന്നുകൾ പലപ്പോഴും ലൈഫ് ലോങ് ചിലപ്പോൾ വേണ്ടി വരും. സ്റ്റെന്റ് ഉപയോഗിച്ചാൽ അങ്ങനെയല്ല. ഈ ശക്തിയേറിയ മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ടുണ്ട്. DCBയുടെ മറ്റൊരു പ്രധാന മെച്ചം എന്താണെന്ന് വെച്ചാൽ രക്തക്കൊയലിനകത്തൊരു മെറ്റൽ ഫ്രെയിം വെക്കാത്തത് കൊണ്ട് രക്തക്കൊയലിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ പിന്നീട് ഒരു സ്റ്റെന്റ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ചെയ്യണമെങ്കിലോ യാതൊരു തടസ്സവും. സ്റ്റെന്റുകളുടെ ഏറ്റവും വലിയൊരു ശല്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റെന്റിനകത്തുള്ള പോളിമർ രക്തക്കൊയലിൽ വല്ലാത്ത നീർക്കെട്ട് ഉണ്ടാക്കുന്നതായി പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇത് കാരണം എന്താ സംഭവിക്കുക? സ്റ്റെന്റിനകത്ത് വീണ്ടും ചിലപ്പോൾ ബ്ലോക്ക്. DCBയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഹൃദയത്തിൽ വരുന്ന എല്ലാ ബ്ലോക്കുകൾക്കും DCB ചികിത്സ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ബ്ലോക്കുകളിൽ സ്റ്റെന്റ് നിർബന്ധമാണ്. എന്നാൽ സ്റ്റെന്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ചില ബ്ലോക്കുകൾ, ഇപ്പൊ ചെറിയ രക്തക്കൊയലിലെ ബ്ലോക്കുകൾ, ചില ജംഗ്ഷനുകളിൽ വരുന്ന ബ്ലോക്ക്, ഇവിടെയൊക്കെ നമുക്ക് DCB വളരെ ധൈര്യമായിട്ടും വളരെ എഫിഷ്യന്റ് ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. DCB വന്നതോടുകൂടി കാർഡിയോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് നീക്കാനുള്ള ആയുധങ്ങളിൽ ഒരു വിപ്ലവമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ മെറ്റലിന്റെ ആവശ്യമില്ല, പെർമനന്റ് ആയിട്ട് ഒരു ഇംപ്ലാന്റ് വെക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ശക്തിയേറിയ മരുന്നുകളുടെ ആവശ്യം മാത്രമല്ല, രക്തക്കൊയലിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു. DCB ഒരു വിപ്ലവം തന്നെ. ഹൃദ്രോഗ ചികിത്സ സംബന്ധമായിട്ടുള്ള പുതുപുത്തൻ അറിവുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു.